Z Gamer Dash വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഫോൾഡബിൾ ഫോൺ ഓപ്പോ ഫൈൻഡ് N5 എന്ന ഫോൾഡ് ഫോൺ പരിചയപ്പെടുത്താനാണ്. ഇതിൻ്റെ സ്പെക് ന്യൂസുകൾ കയ്യിൽ കുറച്ച് കിട്ടിയിട്ടുണ്ട്, അത് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഫോൾഡബിൾ ഫോൺ ആയതുകൊണ്ട് രണ്ട് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ മെയിൻ ഡിസ്പ്ലേ ആദ്യം നോക്കാം. AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 8.12 ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത്. 2700 നെറ്റ്സിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് നൽകിയിരിക്കുന്നത്. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് വന്നിട്ടുണ്ട്. HDR10+ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ കവർ ഡിസ്പ്ലേയിലേക്ക് പോവുകയാണെങ്കിൽ AMOLED ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. 6.62 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് നൽകിയിരിക്കുന്നത്. അത്ര വലിയ ഡിസ്പ്ലേ അല്ല. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. 500 നെറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് നൽകിയിട്ടുള്ളൂ. ഇനി നമുക്ക് വെയിറ്റിലേക്ക് പോകുകയാണെങ്കിൽ ഫോൺ ടോട്ടൽ വെയിറ്റ് 229 ഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ഇനി തിക്നെസ് നോക്കുകയാണെങ്കിൽ 8.93 mm തിക്നെസ് ആണ് വരുന്നത്. ഹൈറ്റ് വരും 160.87 mm ഹൈറ്റ് വേരിയൻ്റാണ് വരുന്നത്. IPX8 റെസിസ്റ്റൻറ്റ് ആൻഡ് IP60X9 റേറ്റഡ് ആണ്, അതായത് വാട്ടർ ഡസ്റ്റ് പ്രൂഫാണ് ഫോൺ എന്നതിലുള്ള അർത്ഥം. ഇനി ക്യാമറയിലേക്ക് നോക്കുകയാണെങ്കിൽ പ്രൈമറി ക്യാമറ 50 MP, ഇനി സെക്കൻഡറി ക്യാമറ 8 MP ആണ് വരുന്നത്. അൾട്രാ വൈഡ് ആംഗിളാണ് വരുന്നത്. ഇനി ടെലിഫോട്ടോ ലെൻസ് വരുന്നത് 50 MP തന്നെയാണ്. വീണ്ടും OS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഔട്ട് ഓഫ് ഫോക്കസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്ലാഷ് ലൈറ്റ് വരുന്നത് LED ഫ്ലാഷ് ലൈറ്റ് ആണ് വരുന്നത്. iOS കൺട്രോൾസ് ഉണ്ട്. ഡിജിറ്റൽ സൂം, ഓട്ടോ ഫ്ലാഷ്, ഫേസ് ഡിറ്റക്ഷൻ, ടച്ച് ടു ഫോക്കസ് എന്നീ സ്പെസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ഡുവൽ വീഡിയോ റെക്കോർഡിംഗ്, സ്ലോ മോഷൻ റെക്കോർഡിംഗ്, വീഡിയോ HDR സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രൈമറി ഇനി ഫ്രണ്ട് ക്യാമറ നോക്കുകയാണെങ്കിൽ പ്രൈമറി ലെൻസ് വരുന്നത് 8 MP ആണ്. സെക്കൻഡറി ക്യാമറ നോക്കുകയാണെങ്കിൽ അത് വരുന്നത് 8 MP തന്നെയാണ്. ഇനി ബാറ്ററിയിലേക്ക് നോക്കുകയാണെങ്കിൽ 5600 mAh ബാറ്ററിയാണ്. സിലിക്കൺ കാർബൺ ബാറ്ററിയാണ് വരുന്നത്. 80 വാട്ടിൻ്റെ സൂപ്പർ വാൾവോ ചാർജിംഗ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. വയർലെസ് ചാർജിംഗ് 50 വാട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇൻ്റർണൽ സ്റ്റോറേജ് നോക്കുകയാണെങ്കിൽ 512 GB സ്റ്റോറേജ് ആണ് വരുന്നത്. UFS 4.0 ആണ് വരുന്നത് സ്റ്റോറേജ് ടൈപ്പ്. ഇനി നിങ്ങൾക്ക് സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടി പറ്റില്ല. ഡുവൽ സിം സപ്പോർട്ടഡ് ആണ്, 5G സപ്പോർട്ടഡ് ആണ്, Wi-Fi 7 സപ്പോർട്ടഡ് ആണ്. മൊബൈൽ ഹോട്ട്സ്പോട്ട് ഇനി ബ്ലൂടൂത്ത് 5.4 ആണ് വരുന്നത്. GPS സപ്പോർട്ടഡ് ആണ്, NFC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. Type-C കേബിൾ ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇനി ഫിംഗർ പ്രിൻറ്റ് സൈഡിലാണ് വരുന്നത്. ഇനി ചിപ്സെറ്റ് നോക്കുകയാണെങ്കിൽ Qualcomm സ്നാപ്ഡ്രാഗൺ 888 ചിപ്സെറ്റാണ്, ഫ്ലാഗ്ഷിപ്പ് ലെവൽ ചിപ്സെറ്റാണ് നൽകിയിരിക്കുന്നത്. ഏത് പ്രൈസ് റേഞ്ചിൽ ഇറങ്ങുകയാണെങ്കിലും ബെസ്റ്റ് സെല്ലിംഗ് ഫോൺ ആവാൻ സാധ്യതയുള്ള ഫോണാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ടെക് വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിൽ നല്ല ടെക് വീഡിയോയുമായി വരുന്നതായിരിക്കും. Z Gamer Dash സൈനിങ് ഓഫ്.